ഒരു 16mm സിനിമാ കഥയിലേക്കാണ് ഇനി ഈ കാണുന്ന 16mm പ്രൊജക്ടറും റീലുകളുമൊക്കെ ഒരുപാട് മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് സിനിമയുടെ ഒരു ചരിത്രമാണ്. അതിപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന ഒരു മ്യൂസിയം എറണാകുളത്തുണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാനിവിടേക്ക് വന്നപ്പോൾ തന്നെ സ്ക്രീനിങ്ങിൻ്റെ ഇടപാടുകൾ ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കൂടി കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ചെയ്യാവുന്ന നിലയിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു 16mm. 16mm പ്രൊജക്ടറും ഫിലിമുമായി നാടൊട്ടാകെ നടന്ന സിനിമ കാണിച്ച കാലത്തിന്റെ ഓർമ്മകളാണിത്. ഭർത്താവ് ബാലകൃഷ്ണ കാമത്തിന്റെ സിനിമാ യാത്രയുടെ ഓർമ്മയ്ക്കായി ഭാര്യ ജയ കാമത്ത് എറണാകുളം MG റോഡിലെ വീട് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. HBK 16mm മ്യൂസിയം. പ്രൊജക്ടറുകളും 16mm സ്ക്രീനും ഫിലിം റീലുകളും പഴയ സിനിമാ പോസ്റ്ററുകളും തുടങ്ങി എല്ലാം ഈ വീട്ടിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിങ്ങനെ എടുക്കാറുണ്ട്. ഇതിങ്ങനെ എടുക്കും, എന്നിട്ട് ഇതിലെ കൂടെ ഇട്ടിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ ജംഗിൾ ബുക്കിന്റെ ഒരു റീലാണ് നമുക്ക് കാണാൻ പറ്റും തോന്നുന്നത്. 16mm പ്രൊജക്ടർ, 8mm പ്രൊജക്ടർ അടക്കം എല്ലാം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ജംഗിൾ ബുക്കിന്റെ അന്നത്തെ ഒറിജിനൽ ആയിട്ടുള്ളത് തന്നെയാണിത്. ഏത് കുട്ടികൾ വന്നാലും ഒരു കുട്ടിയാണെങ്കിലും 2-3 പേരായിട്ട് വരികയാണെങ്കിലും ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണിക്കും. സംവിധായകൻ VK സുഭാഷിന്റെ സഹായത്തോടെയാണ് ബാലകൃഷ്ണ കാമത്തിന്റെയും ജയകാമത്തിന്റെയും സിനിമാ യാത്ര ഇങ്ങനെ ഒരു മ്യൂസിയമായി മാറിയത്. പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇത് കാണാനും പഠിക്കാനുമുള്ളൊരു അവസരമായിരിക്കും ഇതെന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനൊരു മ്യൂസിയം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഈ ചുമരുകൾ നിറയെ പഴയ സിനിമകളുടെ ഒറിജിനൽ പോസ്റ്റേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിയ, മണിയിട്ടിലെ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇതേപോലെ സ്കൂളിൽ പ്രദർശിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പക്ഷേ എറണാകുളത്തു നിന്നൊക്കെ അടുത്താണ്, ചിലപ്പോൾ ഇവരായിരിക്കും വന്നിട്ടുണ്ടാവും, അറിയില്ല. ഈ സ്കൂളുകളിലൊക്കെ പോയി പ്രദർശിച്ചിരുന്ന ആളുകൾ കൂടിയാണോ? എത്ര കാലം ഇതിപ്പോൾ ഇങ്ങനെ മ്യൂസിയത്തിലേക്ക് ഒതുങ്ങിയിട്ട്? അതെ, ഇതിപ്പോൾ നമ്മുടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം ക്യാമറമാൻ വേണു പെട്ടെന്ന് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർ കൊല്ലത്തൊക്കെ ഒരുപാട് സ്കൂളുകളിൽ ഉത്സവങ്ങളിലൊക്കെ വന്ന് ഇതുപോലെ സിനിമ കാണിച്ചു പോയവരാണ്. ഈ എറണാകുളം സ്വദേശികളായ ബാലകൃഷ്ണ കാമത്തും അവരുടെ ഭാര്യ ജയയും ഒക്കെ. അപ്പം അവിടെ വന്നത് ഇവരാണോ നിങ്ങളാണോ എന്നറിയില്ല, പക്ഷേ എൻ്റെ സ്കൂളിലും ഇങ്ങനെ സിനിമയുമായി വന്നിരുന്നു എന്നൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു. ഇതൊരു നൊസ്റ്റാളജിയാണ്. ആ ഒരു 80കളുടെ അവസാനം 90കളിലൊക്കെ പലരും, നമ്മൾക്കറിയാം, സ്കൂളിലൊക്കെ നമ്മൾ വെളിച്ചം കയറാതിരിക്കാൻ തുണിയൊക്കെ വെച്ച് അടച്ച് ഇരുട്ടാക്കി ഇങ്ങനെ സിനിമകൾ വരുന്നു. പ്രൊജക്ടറിലൂടെ ആ സിനിമ സ്ക്രീനിലിരുന്ന് കാണുന്നു, ശബ്ദമൊക്കെ മുറിഞ്ഞു പോകുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ സിനിമ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും ആ വരുന്നതിനായുള്ള കാത്തിരിപ്പ്, അടുത്ത ആഴ്ച സിനിമ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഉള്ള കാത്തിരിപ്പൊക്കെ പലർക്കും ഒരു നൊസ്റ്റാൾജിയാണ്. ആ ഒരു നൊസ്റ്റാൾജിയ, സിനിമയുടെ ഒരു ചരിത്രമൊക്കെ അതങ്ങനെ തീർന്നു പോകേണ്ടതല്ല. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനെ 16mm പ്രൊജക്ടറും 8mm പ്രൊജക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ ആളുകൾ കണ്ടിരുന്നു തിയേറ്ററുകൾക്ക് മുമ്പ് എന്നത് ഇനിയുള്ളൊരു തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് വന്ന് കാണുക എന്നതിൻ്റെ ഒക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് എറണാകുളത്ത് ഇങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും വരാം, പ്രവേശനം സൗജന്യമാണ്. MG റോഡിലാണ്. അവിടെ എത്തി ഈ റീലുകൾ, പോസ്റ്ററുകൾ, പ്രൊജക്ടറുകൾ ഒക്കെ കണ്ട് മനസ്സിലാക്കി പോകാനുള്ളൊരു സൗകര്യമാണ് ഈ രണ്ടുപേരും ഒരുക്കിയിരിക്കുന്നത്. പൊന്നുപോലെ സിനിമയും പാട്ടിനെയും ഒക്കെ കരുതിയിരുന്ന കാലമുണ്ട്. ഇപ്പോൾ OTT വന്ന എല്ലാം ഇങ്ങനെ എന്താ പറയുക, ചവറ് പോലെ കണ്ടന്റ് ആയപ്പോൾ വിലയില്ലാതായി എന്നും കൂടി പറയാം. ശരി, അറിയാം.